നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ ചില വിവാദങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ് കിട്ടിയിട്ടില്ല എന്ന ഒരു പരിവേദനം ജനഭൂമിയുടെ ഒരു പ്രേക്ഷകൻ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അല്ല, ഈ വിഷയത്തിൽ അതിനെ പൊളിറ്റിക്കലാക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ വിഷയം കഴിഞ്ഞപ്പോഴേ ഞാൻ കൃഷ്ണകുമാറിനെ വിളിച്ചിരുന്നു. ഞാൻ കൃഷ്ണകുമാറിനോട് ചോദിച്ചു, കൃഷ്ണകുമാർ എന്നാണ് BJPയുടെ പ്രമുഖ നേതാക്കന്മാരാരും പ്രതികരിച്ച് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കൃഷ്ണകുമാർ പറഞ്ഞു, ചേട്ടാ അത് പിന്നെ അവർ പലരും എന്നെ വിളിച്ചിരുന്നു, ഇത് പൊളിറ്റിക്കലാക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് കൃഷ്ണകുമാർ എന്നോട് പറഞ്ഞത്. അത് അതിൻ്റെ ഒരു വശമാണ്, അതിൻ്റെ ഒരു വശമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിക്ക് അവസരങ്ങളാണ് രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിയെടുക്കുന്നത്. ഈ അവസരങ്ങൾ എങ്ങനെ പാർട്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കൃഷ്ണകുമാർ ഒരു സെലിബ്രിറ്റിയാണ്, അദ്ദേഹം 2 പ്രാവശ്യം ഇലക്ഷൻ നിന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് BJPക്കാർ ഇടപെട്ടില്ല എന്നൊരു പ്രേക്ഷകനല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നൊരു സംശയം, BJPയുടെ പ്രമുഖരായ നേതാക്കന്മാരാരും ഇതിനകത്ത് ഇടപെട്ട് കണ്ടില്ലല്ലോ. അതൊരു സ്വാഭാവികമായ സംശയമാണ് ഈ പറയുന്നത്. BJPക്ക് കിട്ടിയൊരു സന്ദർഭം, അതായത് തങ്ങളിൽ ഒരുവനൊരു ആപത്ത് പറ്റിയാൽ തങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിനെ കാണിച്ചു കൊടുക്കാനും ആ പാർട്ടിയിൽ അവരെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനും കിട്ടിയൊരു അവസരമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് CPM ആയിക്കോട്ടെ, CPM PP ദിവ്യയുടെ പ്രശ്നം വന്നപ്പോഴേ ഒരു വിഭാഗം ആളുകളെങ്കിലും കേരളം മുഴുവൻ വെറുത്തിട്ടും കേരളം ഏറ്റവും വെറുത്ത ഒരു സ്ത്രീയായിരുന്നു അവർ, ഇപ്പോഴും വെറുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്, അവരുടെ കൂടെ നിൽക്കാൻ അവരെ ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഒരാൾക്കൊരു വീഴ്ച പറ്റിയാൽ, അത്രയും ഇല്ലെങ്കിൽ പോലും കോൺഗ്രസ്സുകാർ, അതായത് ന്യായമായ ദിവ്യയുടെ വീഴ്ച എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, ഒരു വലിയ മനുഷ്യനെ മരണത്തിൽ കൊണ്ടെത്തിച്ച വീഴ്ചയാണ്. അത് ഒരിക്കലും അവർക്കത് കാലം മാപ്പ് കൊടുക്കത്തില്ല, ദൈവവും മാപ്പ് കൊടുക്കത്തില്ല, അത് വേറൊരു വശം. പക്ഷേ അതല്ലാതെ ഈ കൃഷ്ണകുമാറുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഇഷ്യൂ ഇല്ലല്ലോ. ഇവിടെ ഒരു കോൺഗ്രസ് നേതാവിനായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ Iയും Aയും എല്ലാം ഒന്നിച്ച് നിന്ന് അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇവിടെ ആ പ്രേക്ഷകൻ്റെ സംശയം തന്നെ BJPക്കുള്ള ഒരു ബാഡ് മാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ പ്രമുഖരായ നേതാക്കന്മാരെങ്കിലും അതിന് കൃഷ്ണകുമാറിൻ്റെ സമ്മതമൊന്നും ആവശ്യമില്ല. അവരുടെ പാർട്ടി പ്രവർത്തനം, അവരുടെ സഹപ്രവർത്തകനെ ഞാൻ പറഞ്ഞു, സ്വമേധയാ അവർക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാമായിരുന്നു. ശരിയല്ല, കാരണം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഇത് ശരിയല്ല, ഇതിനെ ഒരു ജാതി പോരായിട്ട് മാറ്റുന്നത് ശരിയല്ല, ജാതി പറഞ്ഞ ആളുകളെ അധിക്ഷേപിക്കുന്നതും ഒന്നും ശരിയായൊരു കാര്യമല്ല എന്ന് പറയാമായിരുന്നു. അത് BJPയുടെ നേതാക്കന്മാർക്ക് കിട്ടിയൊരവസരം, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അവരുടെ അണികൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ, സഹപ്രവർത്തകർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാൻ, പൊതുസമൂഹത്തിന് കേൾക്കുമ്പോഴേ കൃഷ്ണകുമാറിനൊരു പ്രശ്നം വന്നു, പാർട്ടി കൃഷ്ണകുമാറിനോടൊപ്പം നിന്നു, നമുക്കൊരു പ്രശ്നം വന്നാലും അത് ഉണ്ടാകുമായിരിക്കാം. ന്യായമായൊരു കൃഷ്ണകുമാർ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, നമുക്കൊപ്പം പാർട്ടി ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അണികൾക്ക് പകർന്നു കൊടുക്കാൻ അത് ആവശ്യമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഈ ഒരു വിഷയത്തിലേക്ക് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞതിൽ ജാതി ഒരു എലമെൻ്റ് ആയിട്ട് കടന്നു വന്നു. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടിയോ ഇല്ലയോ, അവരെന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. കൃഷ്ണകുമാർ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് വിഷയം ഉണ്ടായാലും പൊളിറ്റിക്കലായിട്ടാണ് മലയാളികൾ പൊതുവേ എല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്നത്. ഇതിൽ പൊളിറ്റിക്സ് ഉണ്ടായില്ല, ഓക്കെ, പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ, അതാണ് നല്ലത്. പക്ഷേ ഇതിൽ ജാതി, അതായത് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിനെതിരെ വരുന്നു. ഇതിനെ താങ്കൾ എങ്ങനെ കാണും? അല്ല, അത് ചില സോഷ്യൽ മീഡിയയിലെ ചില ക്ലിപ്പിങ്ങുകളൊക്കെ വായിച്ചാൽ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്നൊരു സവർണ ഫാസിസ്റ്റ് ബോധപൂർവം മറ്റ് ചില പെൺകുട്ടികളെ, അവർണ പെൺകുട്ടികളെ, അതായത് അവരുടെ ജാതിയൊന്നും എനിക്കറിയില്ല, ഞാൻ ജാതി അരയ്ക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് അവരുടെ ജാതിയെക്കുറിച്ച് എനിക്കറിയില്ല, അവരെ കൊണ്ട് നിയമിക്കുകയും അവർക്ക് ഈ പണമെടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ പണമെടുക്കാൻ പ്രലോഭിപ്പിക്കുകയും ചെയ്ത് അവരെ കുഴപ്പത്തിലാക്കാൻ കൃഷ്ണകുമാർ ശ്രമിച്ചു. അപ്പോൾ ഇവിടെ 2-3 കാര്യമുണ്ട്. കൃഷ്ണകുമാർ ഈ ജോലിയിലെടുത്ത ആളുകളെ ജാതി നോക്കി എടുത്തിരുന്നെങ്കിൽ ഇത് പറയുമായിരുന്നു. കൃഷ്ണകുമാർ ജാതി നോക്കിയല്ലല്ലോ ആളുകളെ നിയമിച്ചത്, അത് കൃഷ്ണകുമാറുമല്ല നിയമിച്ചത്, കൃഷ്ണകുമാറിൻ്റെ മകള് ദിയയാണ് നിയമിച്ചത്. അപ്പോൾ ആ കുട്ടി ജാതി ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യത്തില്ലല്ലോ. കൃഷ്ണകുമാറിൻ്റെ ജാതി പറയാൻ ഒക്കത്തില്ല, കാരണം കൃഷ്ണകുമാർ പിന്നെ നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർ വളരെ സുഖമായിട്ടാണ് താമസിക്കുന്നത്. ഈ ബാധിക്കപ്പെട്ട കുട്ടിയുടെ ഭർത്താവ് ബ്രാഹ്മണനാണ്. കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പം ഞാൻ ഏത് ജാതിയിൽ പെടും, എൻ്റെ കുഞ്ഞ് പിറക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞ് ഏത് ജാതിയിൽ അവർ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് കൃഷ്ണകുമാർ വളരെ സെക്യുലർ ആയിട്ടാളാണ്, ഈ മതേതരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണത്. ഇവിടെ മകളെ മാത്രമല്ല അവർ ഫോക്കസ് ചെയ്ത്, കൃഷ്ണകുമാറിനെയും ഫോക്കസ് ചെയ്തു, പീഡനം നടത്തി, അപമര്യാദമായി പ്രവർത്തിച്ചു. ഇതൊക്കെ പറഞ്ഞ് കൃഷ്ണകുമാറിനെ വേട്ടയാടാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കൃഷ്ണകുമാറിൻ്റെ ജാതിയായിരുന്നു, തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ കേരള സമൂഹത്തിൽ
ജാതി അടിസ്ഥാനത്തിൽ സംഘടിക്കാൻ എല്ലാവരും തയ്യാറാകത്തില്ലേ? ചിലർക്ക് മാത്രമല്ലല്ലോ ജാതിയും അടിസ്ഥാനവും സംഘടിക്കാനുള്ള അവകാശങ്ങളൊക്കെ. അത് വരും, അതിൻ്റെ പ്രതികരണം വരും. അത് കൂടുതലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ കലുഷിതമാക്കത്തില്ലേ? കൃഷ്ണകുമാറിൻ്റെ പേരിൽ ജാതി ആരോപിക്കുന്നത് ശരിയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കൃഷ്ണകുമാർ ഒരു 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 മതേതര നിലപാടുള്ള ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ജാതി ആരോപിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ആളുകളുടെ ജാതി നോക്കി സമീപിക്കാൻ തീരുമാനിച്ചാൽ കേരള സമൂഹം വളരെ മോശമായ സ്ഥിതിയിലേക്ക് പോകും എന്ന് മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ ജീവിതം സംഘർഷഭരിതമാവുകയും ചെയ്യും. ആരുടെയും ജാതി പറഞ്ഞൊന്നും അടിച്ചമർത്താനൊന്നും നടക്കുന്ന കാര്യമല്ല. അടിച്ചമർത്തുമ്പോൾ തിരിച്ചടിച്ച് വരില്ലേ? അതല്ലേ എൻ്റെ ഭാഗം. ഈ ഒരു കലുഷിതമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ജാതി സെൻസസ് എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് മതനിരപേക്ഷ കക്ഷികൾ എന്ന് അവകാശപ്പെടുന്നവർ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നു. ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കില്ലേ കാര്യങ്ങൾ? അല്ല, ജാതി സെൻസസ് സത്യത്തിന് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകത്തുള്ളൂ. ഇതിൻ്റെ കാരണം എന്താ അറിയാം? നമുക്കിപ്പോൾ തന്നെ ജാതിയുടെ പേരിലാണ് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജാതി സെൻസസ് എടുത്തു കഴിയുമ്പോൾ ആനുകൂല്യം കിട്ടുന്ന ആളുകളുടെ ജാതി തന്നെ ഇക്വേഷൻ വ്യത്യാസം വരും. ഈ ജനസംഖ്യാനുപാതമായ സംവരണം എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് വ്യത്യാസം വരും. അതിനകത്ത് പിന്നോക്കക്കാർക്ക് തമ്മിൽ പ്രശ്നം വരും. കാരണം എൻ്റെ സമുദായം ഇത്രയുണ്ട്, നിൻ്റെ സമുദായം അത്രയേ ഉള്ളൂ, എനിക്ക് കൂടുതൽ ആനുകൂല്യം തരണം. ഇത് വളരെ ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ആനുകൂല്യം കിട്ടാത്തവന് പ്രശ്നമില്ലല്ലോ. എനിക്കെന്തായാലും എനിക്കൊരു ആനുകൂല്യം കിട്ടുന്നില്ല ജാതിയുടെ പേരിൽ. പിന്നെ ജാതി സെൻസസ് നടന്നാലും എനിക്കെന്തോ, നടന്നില്ലെങ്കിൽ എന്തോ, എന്തെങ്കിലും ആനുകൂല്യത്തിനല്ലേ ഉള്ളൂ പ്രശ്നം. എൻ്റെ ജാതി എന്താണെന്നുള്ളവരെ എൻ്റെ SSLC ബുക്കിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ജാതി നോക്കിയാൽ, പക്ഷേ ജാതിയുടെ ആനുകൂല്യം കിട്ടുന്ന ആളുകളിൽ ഇത് പ്രശ്നങ്ങളുണ്ടാക്കും. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം 100% സംവരണം കൊടുക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് 100% സംവരണം കൊടുക്കണമെന്നാണ്. അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. 100% സംവരണം കൊടുത്താലും കുഴപ്പമില്ല. കാരണം വേറെ ഒരുപാട് അവസരങ്ങളില്ലേ ലോകത്ത്. ഈ തമിഴ്നാട്ടിൽ ബ്രാഹ്മണർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സംവരണമുണ്ട്. പക്ഷേ തമിഴ്നാട് എക്കണോമിയെ നിയന്ത്രിക്കുന്ന ബ്രാഹ്മണനല്ലേ, അവർക്ക് ഇത് വേണ്ട, സംവരണം വേണ്ട. കേരളത്തിലെ എക്കണോമിയെ നിയന്ത്രിക്കുന്ന ആരാണ്? ക്രിസ്ത്യാനികളാണ്. അവർക്ക് സംവരണം ഇല്ലല്ലോ. അപ്പം ജീവിച്ചു പോകാനേ ഈ സർക്കാർ ഉദ്യോഗത്തിന് മാത്രമല്ലേ ഇത് ബാധകമാകത്തുള്ളൂ. അല്ലെങ്കിൽ ജാതി സെൻസസ് എടുത്തിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ജാതിക്കാരെല്ലാം തൂക്കിക്കൊല്ലാനോ വെടിവെച്ച് കൊല്ലാനോ തീരുമാനിക്കണം. അതൊന്നും ഇന്ത്യയെ പറ്റിയില്ലല്ലോ. ഈ ജാതി സെൻസസ് ബോധപൂർവം ചെയ്യുന്നത് കോൺഗ്രസ് ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം ഈ ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യുക, ഇവരെ തമ്മിലടുപ്പിക്കുക, അവരിലൊരു ഭാഗത്തിനെ കൂടെ നിർത്തി ജയിക്കാമെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ആദ്യം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് നോക്കിയത് VP സിംഗാണ്. അദ്ദേഹം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ലേ? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതിന് ശേഷം 2014 സ്വന്തം ഭൂരിപക്ഷമായിട്ട് പിന്നെ നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. ഈ ജാതി സെൻസസ് കോൺഗ്രസിൻ്റെ അന്ത്യത്തിലേക്കും BJPയെ കൂടുതൽ ശക്തമാക്കാനും സഹായിക്കും എന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ അന്വേഷണം മനസ്സിലാവും. വീണ്ടും നമുക്ക് കേരള സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇതിൻ്റെ കൃഷ്ണകുമാർ വിഷയം തന്നെ ഒരു ഉദാഹരണമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ജാതി എന്ന് പറയുന്നൊരു വിഷയമാണ് കൃഷ്ണകുമാർ കേസിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഒരു ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യം. ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ജാതി ഒരു വിഷയമായി ഉയർത്തുകയും ജാതി രാഷ്ട്രീയം പറയുകയും ചെയ്യുമ്പോൾ നാളെ പിന്നാക്ക വിഭാഗത്തിലുള്ള ഒരാളിനെ തൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വെക്കാൻ ഒരാൾ ഭയക്കുന്ന ഒരു സാഹചര്യം വരും എന്ന തരത്തിൽ ചില ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശരിയാണോ? തീർച്ചയായിട്ടും അതാണ്, വളരെ തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം ധാരാളം ആൾക്ക് ജോലി കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ ഭയന്നാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനെടുത്ത കുട്ടികളുടെ ആരുടെയും ജാതി എനിക്ക് അറിയത്തില്ല. ഏതെങ്കിലും തിരിമറി കാണിച്ചൊരു കുട്ടിയെക്കെതിരെ ഞാൻ നടപടിയെടുത്താൽ അത് അവസാനം അത് ജാതി വിവേചനവും ജാതിപ്പേരും ഒക്കെ ആയിട്ട്, ജാതിപ്പേര് പറഞ്ഞ് പിന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊന്നും തെളിവില്ലല്ലോ. അപ്പോൾ തന്നെ ഒരു വാൻ പോലീസ് വന്ന അയാളെയും കൊണ്ടുപോയില്ലേ ചെയ്യുന്നത്, ജാതിപ്പേര് പറഞ്ഞു. അപ്പം അയാൾ വളരെയധികം ടെൻഷനിലാണ്. എന്നോട് ചോദിച്ചത്, നമുക്ക് ഈ ബിസിനസ് വൈൻഡപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോയാലെന്ന് ആത്മാർത്ഥമായിട്ട് എന്നോട് ചോദിച്ചാണ്. കാരണം അയാൾ പറഞ്ഞ അയാൾക്ക് ടെൻഷനാണ്. അതിനകത്ത് ധാരാളം പെൺകുട്ടികളുമുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ, കാരണം എന്തെങ്കിലും ഇത് ഈ കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനത്തിൽ എന്താ സംഭവിച്ചത്? മോഷണം നടത്തിയല്ലേ, പച്ച മോഷണം. കൈയോടെ പിടിച്ചപ്പോൾ ജാതി കാർഡ്. ഈ മോഷണം നടത്തിയവരെ ജാതി കാർഡ് കാണിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാരായാലും ശരി, അവരെ എങ്ങനെ വിശേഷിപ്പിക്കേണ്ടത്? മോഷണമല്ല, വേറെ ഒന്നും നടന്നില്ലല്ലോ. പിന്നെ കൃഷ്ണകുമാറിനോടുള്ള ഒരു പ്രശ്നം, കൃഷ്ണകുമാറിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കൃഷ്ണകുമാർ ഒരു തെറ്റ് ചെയ്തത്, ആദ്യത്തെ തെറ്റ് ഇവരെ അവിടെ എടുത്തു എന്നുള്ളതാണ്. ജോലി കൊടുത്തു. 2, ദിയ ചെയ്ത രണ്ടാമത്തെ തെറ്റ് ഇവരെ വിശ്വസിച്ചു. 67 ലക്ഷം രൂപ ഈ 3-4 പെൺകുട്ടികൾക്ക് മോഷണം നടത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? കണ്ണടച്ച് വിശ്വസിച്ചു എന്നല്ലേ? കണ്ണടച്ച് വിശ്വസിച്ച് തെറ്റാണ്. അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതാണ് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, കൃഷ്ണകുമാറിൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ എന്ന് വെച്ചാൽ, കൃഷ്ണകുമാർ വളരെ പോപ്പുലറായ ഒരു സെലിബ്രിറ്റിയാണ്. പല സെലിബ്രിറ്റികളെയും നമുക്കറിയാം.
സിനിമയിൽ പിന്നെ ശവപ്പെട്ടി കിടന്നു, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്നു ഒക്കെ അഭിനയിക്കുന്നവൻ പോലും ഭയങ്കര ജാട കാണിക്കുന്ന ലോകമാണ് സിനിമ എന്ന് പറഞ്ഞാൽ. ജാടയുടെ ലോകമാണ്, താങ്കൾക്ക് അറിയാമല്ലോ. ഒന്നുമില്ലാത്തവന് ആവശ്യമില്ലാത്ത ജാട കാണിക്കുന്ന ലോകമാണ്. ഞാൻ കുറച്ചു കാലം മുമ്പ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തൊരു, ഇന്നും രാവിലെ അദ്ദേഹമായിട്ട് ഞാൻ പിന്നെ സംസാരിച്ച് അദ്ദേഹം ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അപ്പോൾ അദ്ദേഹം വന്നൊരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പോയതാണ്, കുറച്ചു കാലം മുമ്പാണ്. അവിടെ ചെന്നപ്പോഴേ ഈ സൂപ്പർ സ്റ്റാർ, ഇദ്ദേഹം ഒരു അത്യാവശ്യം വെൽ നോൺ ഒരു പത്രക്കാരനാണ്. അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞുടനെ ഈ സൂപ്പർ സ്റ്റാർ മുറിയിൽ ഒരു കസേരയിൽ ഇങ്ങനെ കാലും വെച്ചിരിക്കുകയാണ്. ഇൻ്റർവ്യൂ ചോദിച്ചിട്ടാണ് കൊടുത്തത്. ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്താ ചോദിക്കാൻ? ഞാൻ വന്ന് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനാണ്, നിങ്ങളോട് നിന്ന് ചോദിക്കാൻ ഞാൻ അടിയാനൊന്നുമില്ല, അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാനില്ല. എനിക്ക് ആവശ്യമുള്ള കാര്യം താങ്കളുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് കിട്ടി. എനിക്ക് അത്യാവശ്യം വാർത്ത എഴുതാനുള്ള കാര്യമായി, താങ്കളുടെ ഇൻ്റർവ്യൂ എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, സോറി ഇരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കസേര കൊണ്ട് കൊടുത്തിട്ടുണ്ടേ പറഞ്ഞു, എനിക്ക് ഒരു കസേര കൂടെ വേണം. അതെന്തിനാന്ന് ചോദിച്ചു. എൻ്റെ ക്യാമറമാൻ ഇരിക്കാൻ കസേര വേണം. ക്യാമറമാൻ ഇരിക്കാൻ കസേര കൊടുത്തു. വളരെ സൗഹാർദ്ദത്തോടെ ഇയാൾ സംസാരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഒരു ജാടയുടെ ലോകം പറയും. ഒരു പത്രക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം ഇന്ന് രാവിലെ എന്നെ വിളിച്ച് സംസാരിച്ച ഇതല്ല പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ അദ്ദേഹം എന്നെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. ഇവിടെ കൃഷ്ണകുമാർ ഈ പിന്നെ ഒരു 2 നില കെട്ടിടത്തിൻ്റെയോ 3 നില കെട്ടിടത്തിൻ്റെയും മേളിൽ നിന്ന് ആരാധകർക്ക് ഫ്ലൈയിങ് സ്വീറ്റ്സ് കൊടുക്കുന്നവനല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അത് വഴിയെ പോകുന്ന ആരായാലും ശരി അവരെ കെട്ടിപ്പിടിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. വളരെ സൗമ്യമായി ആളുകളുമായിട്ട് ആളുകൾക്കിടയിൽ നിന്ന് ഇടപഴകുന്ന ഒരു സെലിബ്രിറ്റിയാണ്. കൃഷ്ണകുമാറിനെ പറ്റിയൊരു തെറ്റ്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോരാ. അദ്ദേഹം ഭയങ്കര ജാടയാണ്. ജാടയില്ലാത്തൊരു സെലിബ്രിറ്റിയെ ഉണ്ടാകുന്ന ഗതികേടാണ് കൃഷ്ണകുമാറിനുണ്ടായ മറ്റൊരു ഗതികേട്. പിന്നെ മറ്റൊരു കാര്യം, കൃഷ്ണകുമാറിനെ ഞാനൊരു മോഡലായിട്ടാണ് കാണുന്നത്. പെൺകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അച്ഛനമ്മമാർക്ക് പിന്നെ ടെൻഷനാണ്. 4 പെൺകുട്ടികളുടെ അച്ഛനാണ് കൃഷ്ണകുമാർ. ഈ പെൺകുട്ടികളെ ആരെയും PSC ടെസ്റ്റ് എഴുതാനോ മെഡിക്കൽ എൻട്രൻസ് എഴുതി എങ്ങനെയെങ്കിലും മെഡിസിന് പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും കാശുണ്ടല്ലോ, താല്പര്യമില്ലാത്തവരല്ലേ പഠിക്കുന്നതിനകത്ത് വലിയൊരു ശതമാനം ആളുകൾ ഒരു താല്പര്യമില്ലാത്തവരല്ലേ. എഞ്ചിനീയറോ ഡോക്ടറോ ആക്കാനോ ഒന്നും കൃഷ്ണകുമാർ ശ്രമിച്ചില്ലല്ലോ. അവരുടെ വഴിക്ക് വിട്ടു. അവരുടെ വ്യക്തിത്വം വളരാൻ അവസരം കൊടുത്തു. ഈ 4 പെൺകുട്ടികളുടെ അച്ഛൻ, ആ വീട് ഞാൻ പറയുന്ന അച്ഛൻ സുഖമായി ഉറങ്ങുന്ന വീടാണ്. അച്ഛൻ ഉറങ്ങാത്ത വീടെന്നൊരു സിനിമയുണ്ടല്ലോ. അപ്പോൾ ഇത് അച്ഛൻ സുഖമായി ഉറങ്ങുന്ന വീടാണ്. ആ പെൺകുട്ടികളെല്ലാം അവരവരുടെ മേഖലയിൽ പോയി നല്ല മിടുക്കുകളായിട്ട് ജീവിക്കുന്നു. ഇത് പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും ഒരു മോഡലാണ് കൃഷ്ണകുമാർ. ഇതും പലർക്കും അസ്വസ്ഥതയാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. കൃഷ്ണകുമാറിന് സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പഠിച്ച് കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ആധുനിക കേരളത്തിൽ ഇതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും കേരളം ഇതെല്ലാം കാണുന്നുണ്ട്. ചിന്തിക്കേണ്ട കാര്യങ്ങൾ അവർ ചിന്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.